ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറി തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. എല്ലാ പലഹാരത്തിൻ്റെ കൂടെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ളൊരു ബീഫ് കറിയാണ് അപ്പോൾ തയ്യാറാക്കാൻ പോണത്. അതിലേക്ക് ആവശ്യമുള്ളത് സവാള, 1 കിലോ ബീഫ് എല്ലോട് കൂടിയാണ് എടുത്തേക്കണത്. അതിലേക്ക് 2 ഒനിയൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, സവാള. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ 1 പിടി മല്ലിയില അരിഞ്ഞത്, 2 തണ്ട് വേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. കേട്ടോ, എല്ലാം കൂടി നല്ലോണം മസാലയൊക്കെ യോജിച്ചിട്ടുണ്ട്. നല്ലോണം തിരുമ്മി പിടിപ്പിക്കാം. ഒരാവശ്യമുള്ള വെള്ളം ചേർക്കണം, അത് വേകാനായിട്ട്. ബീഫാണല്ലോ, വെള്ളം ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് വിസിലിട്ട് മൂടിയിട്ട് 10-15 മിനിറ്റ്, ഒരു 3-4 വിസിൽ വരുന്നവരെയും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. 3-4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ നല്ല കുഴഞ്ഞ് ഗ്രേവിയായി നല്ല അടിപൊളി ടേസ്റ്റിൽ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കണം. ഈ ബീഫ് കറി നമുക്ക് എല്ലാ പലഹാരത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം. അത്രയും നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്, ഇനി അത് വേവട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം.